ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്ത് ആണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെഷൻ ഒക്കെ കഴിഞ്ഞു. നാളത്തെ നമ്മുടെ എക്സ്പയറി ആണ്, വീക്കിലി എക്സ്പയറിക്കുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ മാർക്കറ്റിനെ പറ്റി കൂടുതൽ വിശകലനം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിനു മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ചാനലിന്റെ ലിങ്ക് പങ്കുവയ്ക്കുക. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുവഴി ടെലിഗ്രാം ഗ്രൂപ്പുകളിലും അവിടെ നിങ്ങളുടെ സംശയ നിവാരണത്തിനായിട്ട് ഒരു ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടെ ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. നിഫ്റ്റിയിൽ ബജറ്റിന് ശേഷമുള്ള റാലി വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ മൂന്നാമത്തെ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റാലി തന്നെയാണ് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നത്. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ സെൻസെക്സ് 50,000-ന് മുകളിലേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ആണ്. ബഡ്ജറ്റിന്റെ ആ ഒരു അലയൊലി ഇതുവരെ മാറിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ സെക്ടറിലേക്കുള്ള ബൈങ് വരുന്നു. FIIs ബൈങ് തിരിച്ചു വന്നിരിക്കുന്നു. ഏകദേശം ഇന്നത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ FII ബൈങ് നമുക്ക് കിട്ടുന്നത് ഏകദേശം 2,520 കോടി രൂപയുടെ ബൈങ് ആണ് FIIs നടത്തിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏകദേശം 399 കോടി രൂപ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. വരുന്ന റിസൾട്ടുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് കാണുന്നു. അതും മാർക്കറ്റിന് പോസിറ്റീവായിട്ട് വരുന്നു. വേൾഡ് മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള സ്റ്റിമുലസ് പാക്കേജിന്റെ എക്സ്പെക്ടേഷൻ, അതുപോലെ തന്നെ അവിടെയും നല്ല നല്ല കോർപ്പറേറ്റ് റിസൾട്ടുകൾ, ഇതൊക്കെ തന്നെ അമേരിക്കൻ വിപണിയിലും ഇന്നലെ നല്ല ചലനങ്ങൾ ഉണ്ടാക്കി. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ത്യൻ വിപണിയിലും ആ ഒരു കണ്ടിന്യൂഷൻ തുടരുകയാണ്. ഇനി ഒരിക്കൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിപണിക്ക് അനുസരിച്ച് US വിപണി മാറുന്നു എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലുള്ള മൂവ്മെന്റ് ആണ് കാണുന്നത്. മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് ഒരു വാക്സിൻ ഇഫക്റ്റും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു ഓവറോൾ പോസിറ്റീവ്നെസ് നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ആ ഒരു പോസിറ്റീവ്നെസിന്റെ ഒരു ഇഫക്റ്റ് കൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലി മോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ലണ്ടൻ മാർക്കറ്റ് ഏകദേശം ഫ്ലാറ്റ് ആണെന്ന് പറയാം. പാരീസ് മാർക്കറ്റും ഏകദേശം 11 പോയിന്റിന്റെ ഉയർച്ച മാത്രമേ കാണിക്കുന്നുള്ളൂ. ജർമ്മൻ മാർക്കറ്റിൽ ഏകദേശം 70 പോയിന്റിന്റെ അപ്സൈഡ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടെയ്നർ കോർപ്പറേഷന്റെ സ്റ്റോക്കുകളിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് കണ്ടു. കാരണം സ്ട്രാറ്റജിക് സെയിൽ, അതായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് കണ്ടെയ്നർ കോർപ്പറേഷൻ എന്നുള്ളത് നമ്മൾ വളരെ മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അതിനുശേഷം ഇന്ന് ആദ്യമായിട്ട് ഗവൺമെന്റ് ഈ ഒരു വർഷത്തോടു കൂടി അടുത്ത ഫിനാൻഷ്യൽ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇതിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നത്. കണ്ടെയ്നർ കോർപ്പറേഷനിൽ അതിന്റെ 473 എന്ന് പറയുന്ന ആ ഒരു ലെവലുകളിലേക്ക് സ്റ്റോക്ക് പോവുകയുണ്ടായി. ബജാജ് കൺസ്യൂമർ എന്ന് പറയുന്ന സ്റ്റോക്കും വളരെ നല്ല രീതിയിൽ ഇന്ന് റാലി ചെയ്യുകയുണ്ടായി. കാരണം അവർ അനൗൺസ് ചെയ്ത റിസൾട്ട് തന്നെയാണ് അതിന് കാരണം. ഏകദേശം 16% ഏർണിംഗ് ഗ്രോത്ത് ആണ്, 16% റവന്യൂ വർധനവാണ് കമ്പനി കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല അവരുടെ പ്രോഫിറ്റിലും വളരെ നല്ല രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഡോക്ടർ റെഡീസിന്റെ കാര്യത്തിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടായി. അവരുടെ വാക്സിൻ ട്രയൽ കഴിഞ്ഞു. ഏകദേശം 92 റഷ്യയുടെ സ്പുട്നിക് വാക്സിനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് 92% എഫിഷ്യൻസിയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഡോക്ടർ റെഡീസിന്റെ റഷ്യയുടെ ഫണ്ട് തന്നെ ഡോക്ടർ റെഡീസുമായിട്ട് ചേർന്ന് ഇന്ത്യയിലടക്കമുള്ള മരുന്ന് വിപണികളിലേക്ക് സഹകരിക്കുമെന്നുള്ള വാർത്തയും വളരെ പോസിറ്റീവായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ റെഡീസിൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു മൊമെന്റം കിട്ടിയത്. അതുപോലെ തന്നെ ആസ്ട്രൽ പോളിടെക്നിക്കിന് അവരുടെ സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള ഒരു റാലി നമ്മൾ കാണുകയുണ്ടായി. ബോണസ് ആണ് കാരണം. ബോണസ് 1:3 എന്ന റേഷ്യോയിൽ ബോണസ് കൊടുക്കുവാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. ഇന്ന് ഇൻഡെക്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ ഇൻഡെക്സ് 1.04% അപ്പാണ്. ബാങ്ക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 1.43% അപ്പാണ്. മെറ്റൽ ഇൻഡെക്സിലും 1.68%. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്ന മാർക്കറ്റ് ഔട്ട്ലുക്ക് പറഞ്ഞിരുന്ന നമ്മുടെ ടാറ്റ സ്റ്റീൽ 640 നിന്നും 660 നമ്മുടെ ടാർഗറ്റിലേക്ക് വരികയുണ്ടായി. ഫാർമ ഇൻഡെക്സിലും 2.79% റാലി നമ്മൾ വരികയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കുകൾ ശ്രദ്ധിച്ചവരാണെങ്കിൽ മനസ്സിലാവും. ഞാൻ രണ്ട് സ്റ്റോക്കുകളാണ് ഫാർമയിൽ ബുള്ളിഷായി പറഞ്ഞിരുന്നത്. ഒന്ന് സൺ ഫാർമ, അതുപോലെ തന്നെ ഡിവിസ് ലാബ് ആണ്. ഡിവിസ് ലാബിന്റെ റിസൾട്ട് വരുന്നത് ശനിയാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും ഡിവിസ് ലാബിന്റെ ഭാഗത്ത് ഉണ്ടാവുക. 3,300 ലെവലുകളിൽ 2 ദിവസം മുമ്പ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഡിവിസ് ലാബ് ഇന്ന് 3,760 വരെ വരികയുണ്ടായി. സൺ ഫാർമ നമ്മൾ റിസൾട്ടിന് ശേഷം ആവർത്തിച്ച് പറഞ്ഞ സ്റ്റോക്കാണ്. അതൊരു നല്ല രീതിയിലുള്ള ഒരു റണ്ണപ്പ് ഇന്ന് കാണുകയുണ്ടായി. ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു സ്റ്റോക്കാണ് GNFC. GNFCയിലും ഇന്ന് നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ഗെയിനേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കോൾ ഇന്ത്യ, ഡോക്ടർ റെഡീസ്, ഡിവിസ് ലാബ്, പവർ ഗ്രിഡ്, അതുപോലെ തന്നെ ഇൻഡസിൻഡ് ബാങ്ക് എന്നീ സ്റ്റോക്കുകളിലാണ് പ്രധാനപ്പെട്ടമായിട്ട് ഗെയിൻ ചെയ്തത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലെ പ്രധാന ലൂസേഴ്സ് എന്ന് പറയുന്നത് മാരുതി, ശ്രീ സിമെന്റ്, UPL, അൾട്രാടെക് സിമെന്റ്, ITC പോലുള്ള സ്റ്റോക്കുകളിലാണ് ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷൻ നേരിട്ടത്.
ഇനി നമുക്ക് നാളെ ഇത് റിസൾട്ടുകളുടെ സീസണാണ്. റിസൾട്ടുകളാണ് പ്രധാനമായിട്ടും സ്റ്റോക്കുകളുടെ മൂവ്മെന്റിനെ വളരെയേറെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ റിസൾട്ട് വരാൻ പോകുന്ന കമ്പനികളെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നാളെ പ്രധാനപ്പെട്ട കമ്പനികൾ അദാനി പവർ, അദാനി ട്രാൻസ്മിഷൻ, അപാർ ഇൻഡസ്ട്രീസ്, അരവിന്ദ് ലിമിറ്റഡ്, അവന്തി ഫീഡ്, ബജാജ് ഇലക്ട്രിക്കൽസ്, ബ്രിഗേഡ് എന്റർപ്രൈസസ്, കാപ്ലിൻ പോയിന്റ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഡാൽമിയ ഭാരത്, ഡോളർ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ഗിലറ്റ് ഇന്ത്യ, ഫിലിപ്സ്, Godrej Phillips, Godrej Agrovet, Godrej Properties, Hero Motor Corporate, Hykill, Honeywell Automation, HPCL, ICRA, Indostar Capital, Jindal Stainless, JK Agri Genetics, Kalpataru Powers, Likita Infrastructure, അതുപോലെ തന്നെ മിൻഡ ഇൻഡസ്ട്രീസ്, NTPC, Panasonic Carbon, PNB Gilt, Praj Industries, Pratap Max, PFC and Financial Services, PFC, REC, Savita Oil Exploration, Somani Ceramics, Sonata Software, State Bank of India, Strides Pharma, Sundaram Fasteners, Suslon Energy, Tata Power, Thomas Cook, Trent, TTK Healthcare, അതുപോലെ തന്നെ സി എന്റർടൈൻമെന്റ്സ്, ഇവരുടെ ഒക്കെ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ട വളരെ കമ്പനികളുടെ റിസൾട്ടുകൾ നാളെ പ്രഖ്യാപിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഈ സ്റ്റോക്കുകളിലും കാര്യമായിട്ടുള്ള ഏർണിംഗ്സിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇന്ന് റിസൾട്ട് വന്നിരിക്കുന്ന ചില കമ്പനികളുടെ റിസൾട്ടുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അദാനി ഗ്രീൻ എടുക്കാം. അദാനി ഗ്രാൻ നോക്കിക്കഴിഞ്ഞാൽ 43 കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 120 കോടി രൂപ ലോസ് രേഖപ്പെടുത്തിയ ഒരു കമ്പനിയാണ് അദാനി ഗ്രീൻ. അവിടെ നിന്നാണ് 43 കോടി രൂപ പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നത്. ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 520 കോടിയിൽ നിന്നും ഉയർന്ന് 840 കോടി രൂപയായി അദാനി ഗ്രീനിന്റെ ഇൻകം മാറിയിരിക്കുന്നു. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ആണ് മറ്റൊരു കമ്പനി. ഇത് നെറ്റ് ലോസ് ആണ്, 280 കോടി രൂപയുടെ ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 89 കോടി രൂപ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിൽ ഇപ്രാവശ്യം ലോസ് വന്നിരിക്കുന്നു. മാർക്കറ്റ് തന്നെ 83 കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്. അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 280 കോടി രൂപയുടെ ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ Q3 NPA നോക്കുകയാണെങ്കിൽ ഈ ബാങ്കിന്റെ 0.14 നിന്നും ഉയർന്ന് കുറഞ്ഞ് 0.05% കുറഞ്ഞിരിക്കുന്നു. പ്രൊവിഷൻസ് വെക്കുകയാണ് ചെയ്തത്. കാരണം 30 കോടി രൂപ പ്രൊവിഷൻ വെച്ച സ്ഥാനത്ത് ഇപ്പോൾ 580 കോടി രൂപയുടെ പ്രൊവിഷനാണ് ഈ ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് വെച്ചിരിക്കുന്നത്. ഇനി തെർമാക്സിന്റെ റിസൾട്ട് നോക്കാം. തെർമാക്സ് 84 കോടി രൂപ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഇപ്പോൾ 83 കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് തന്നെ 72 കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്. മാർക്കറ്റ് എക്സ്പെക്ടേഷന് മുകളിലാണ് തെർമാക്സിന്റെ പ്രോഫിറ്റ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പർ വളരെ പ്രോഫിറ്റബിൾ, നെറ്റ് ലോസ് ആയിട്ടിരുന്ന 95 കോടി രൂപ ലോസ് രേഖപ്പെടുത്തിയിരുന്ന ഒരു കമ്പനി ഇപ്രാവശ്യം 110 കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ സിംഗിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു റിസൾട്ട്, മികച്ച റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രോക്ടർ ആൻഡ് ഗാംബിൾ അവരുടെ റിസൾട്ട് 250 കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു 140 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 860 കോടി രൂപയിൽ നിന്നും ഉയർന്ന് 1020 കോടി രൂപയുടെ റവന്യൂ ആയിട്ട് കാണുന്നു. 85 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് പ്രഖ്യാപിക്കാനും കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോളോ ടയർസിന്റെ റിസൾട്ടാണ് വളരെ പ്രോഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 170 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്ത് 440 കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് അപ്പോളോ ടയർസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർക്കറ്റ് പോലും 220 കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്. അപ്പം അപ്പോളോ ടയർസിൽ ഓൾറെഡി നമ്മൾ ഇന്നലെ മുതൽ മൂവ് എക്സ്പെക്ട് ചെയ്തതാണ്. നമ്മൾ ആ മൂവ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അപ്പോളോ ടയറിന്റെ ഭാഗത്ത് 170 കോടിയിൽ നിന്നും പ്രോഫിറ്റ് ഉയർന്ന് 440 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. വളരെ നല്ല റിസൾട്ട് അപ്പോളോ ടയർസ്. അതുപോലെ തന്നെ ഭാരതി എയർടെലിന്റെ റിസൾട്ട് വന്നിരിക്കുന്നു. 1350 കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ 33.9 കോടി രൂപ ലോസ് കാണിച്ചിരുന്ന ഭാരതി എയർടെൽ 1350 കോടി രൂപയുടെ പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാർക്കറ്റ് പോലും 227 കോടി രൂപയുടെ പ്രോഫിറ്റ് മാത്രമാണ് എക്സ്പെക്ട് ചെയ്തത്. ഒരു സ്റ്റണ്ണിംഗ് റിസൾട്ട് ഫ്രം ഭാരതി എയർടെൽ. അതുപോലെ തന്നെ മിൻഡ കോർപ്പിന്റെ റിസൾട്ട് വന്നിരിക്കുന്നു. 49 കോടി രൂപയുടെ പ്രോഫിറ്റ്. കഴിഞ്ഞ പ്രാവശ്യം വെറും 41 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂ 740 കോടി രൂപ. കഴിഞ്ഞ പ്രാവശ്യം 540 കോടി രൂപയുടെ റവന്യൂ. അതുപോലെ തന്നെ 30 പൈസ പെർ ഷെയർ ഡിവിഡൻഡും മിൻഡ കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. KPR മില്ലിന്റെ പ്രോഫിറ്റ് നോക്കിയാൽ 160 കോടി രൂപ. കഴിഞ്ഞ പ്രാവശ്യം 94 കോടി രൂപ. ഇൻകവും 780 നിന്നും ഉയർന്ന് 940 കൂടിയിരിക്കുന്നു. 3 രൂപ 75 പൈസ പ്രകാരം ഒരു ഡിവിഡൻഡും KPR മില്ലിന് അനുവദിച്ചിരിക്കുന്നു. വി ഗാർഡിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ
വളരെ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് വി-ഗാർഡും കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം 42 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം 77 കോടി രൂപയുടെ പ്രോഫിറ്റ് വന്നിരിക്കുന്നു. മാർക്കറ്റ് 51.5 കോടി രൂപയുടെ പ്രോഫിറ്റാണ് എക്സ്പെക്ട് ചെയ്തത്. അതിനെ മറികടന്നുകൊണ്ട് 77 കോടി രൂപയുടെ പ്രോഫിറ്റ് വി-ഗാർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദാനി എന്റർപ്രൈസസ് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് 290 കോടി രൂപയാണ്. കഴിഞ്ഞ പ്രാവശ്യം 430 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂ 10,000 കോടിയിൽ നിന്നും ഉയർന്ന് 11,624 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി കളക്ട് ചെയ്തിരിക്കുന്നത്. ജുബിലന്റ് ഫുഡിന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 130 കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 100 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു. മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ 118 കോടി രൂപയോളം എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്താണ് 130 കോടി രൂപയുടെ പ്രോഫിറ്റ് ജുബിലന്റ് ഫുഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹോക്കിൻസ് കുക്കർ വളരെ നല്ല രീതിയിൽ റിസൾട്ട് 24.5 കോടി രൂപയുടെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം 22.49 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു. 190 കോടി രൂപയിൽ നിന്നും ഉയർന്ന് 230 കോടി രൂപയുടെ റവന്യൂവും കമ്പനി രേഖപ്പെടുത്തിയതായി കാണുന്നു. റാംകോ സിമെന്റിന്റെ പ്രോഫിറ്റ് വളരെ നല്ലതാണ്. ഏകദേശം 94.5 കോടി ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഉയർന്ന് 200 കോടി രൂപയായി മാറിയിരുന്നു. മാർക്കറ്റ് എക്സ്പെക്ടേഷൻ 224 കോടി രൂപയായിരുന്നു. അവിടെയാണ് ചെറിയ രീതിയിലുള്ള കറക്ഷൻ റാംകോ സിമെന്റിന് നേരിടേണ്ടി വന്നത്. മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ബിലോ ആണ് റിസൾട്ട്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഡബിൾ ആയി എന്ന് തന്നെ നമുക്ക് പറയാം. ബജാജ് കൺസ്യൂമറിന്റെ റിസൾട്ട് ഞാൻ നേരെ പറഞ്ഞതാണ്. 50 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്ഥാനത്ത് 58 കോടി രൂപയുടെ പ്രോഫിറ്റ് വന്നിരിക്കുന്നു. മാത്രമല്ല 57 കോടി രൂപയുടെ എക്സ്പെക്ടേഷൻ ആണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല 6 രൂപ പെർ ഷെയർ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിരിക്കുന്നു കമ്പനി. ഫ്യൂച്ചർ ഗ്രൂപ്പും ആമസോണും തമ്മിലുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രൂപ്പ് അപ്പീൽ പോയതിനനുസരിച്ചിട്ട് അവരുടെ റിലയൻസും അതുപോലെ തന്നെ അവരുടെ ഡീല് ആമസോണുമായിട്ടുള്ള ഡീല് ഒരു ഫ്യൂച്ചർ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു സ്റ്റേജ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നാളെ ഈ ഒരു കേസിന്റെ കണ്ടിന്യൂഷൻ തുടരുമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ PMI മാനുഫാക്ചറിംഗ് ഇൻഡെക്സിൽ വന്നിരിക്കുന്നു 52.3, 52.8 എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ അവരുടെ കൊട്ടാരം അഗ്രോ ഫുഡ്സിനെ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. 156 കോടി രൂപയ്ക്കാണ് ഈ ഒരു ഡീല് നടക്കാൻ പോകുന്നത്. അജന്ത ഫാർമയുടെ ഒക്ടോബർ ടു ഡിസംബർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 64% കൂടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 64% ഉയർച്ചയാണ് അജന്ത ഫാർമയിൽ കാണുന്നത്. മോത്തിലാൽ ഫിനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. അവരുടെ 1.05 ബില്യൺ റുപ്പീസ് അവരുടെ ഒരു നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് കടപ്പത്രങ്ങൾ വഴി സ്വരൂപിക്കാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഫോറിൻ ബ്രോക്കറേജിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. ഇന്നലെ HDFCയുടെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് വന്നായിരുന്നു. HDFCക്ക് മുകളിൽ മോർഗൻ സ്റ്റാൻലിയുടെയും ക്രെഡിറ്റ് സ്വിസിന്റെയും റിപ്പോർട്ട് വന്നിരിക്കുന്നു. മോർഗൻ സ്റ്റാൻലി ഓവർ വെയിറ്റ് ആണെന്ന് പറയുന്നു. 2,950 ആണ് ടാർഗറ്റ് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ CLSAയുടെ ക്രെഡിറ്റ് സ്വിസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് 2,835 ആണ് HDFC കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. CLSA പറഞ്ഞ ടാർഗറ്റ് 2,850 നിന്നും അവരുടെ ടാർഗറ്റ് ഉയർത്തി 3,000 ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പം വളരെയേറെ ബ്രോക്കറേജുകൾ ബുള്ളിഷ് ആണ് HDFC എന്നാണ് കാണുന്നത്. അതുപോലെ മറ്റൊരു റിസൾട്ട് ഇന്നലെ വന്നത് ഡിക്സൺ ടെക്നോളജിയുടേതായിരുന്നു. അവരുടെ മുകളിൽ ജെഫ്രിയുടെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. 16,300 എന്ന് പറയുന്ന ടാർഗറ്റിൽ നിന്ന് ഉയർത്തി ജെഫ്രി 18,100 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക്, അതായത് 16,300 to 18,100 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് അവര് ഡിക്സൺ ടെക്നോളജിയെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ അശോക് ലാലൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോറിൻ ബ്രോക്കറേജ് ഫേംസ് ബുള്ളിഷ് ആണ്. ക്രെഡിറ്റ് സ്വിസിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ടാർഗറ്റ് 161 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 130 ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്നത്. 130, 140 ലെവലുകളിലാണ് അശോക് ലാലൻഡ് ഉള്ളത്. അവര് പറയാൻ കാരണം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ സെയിൽസ് വളരെ കൂടുമെന്നും അതുപോലെ തന്നെ EPSൽ അവരുടെ ഏർണിംഗ് പെർ ഷെയറിൽ 20%-എങ്കിലും ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അശോക് ലാലൻഡിനെ ഈ പറയുന്ന ക്രെഡിറ്റ് സ്വിസ് 161 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് മാറ്റിയിരിക്കുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOCയെയും അവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ ടാർഗറ്റ് അത്രമാത്രമൊന്നുമില്ല. 95 നിന്നും 100ലേക്ക് ഉയർത്തിയിരിക്കുന്നത് മാത്രമാണുള്ളത്. കാരണം ആ ഒരു പ്രൈസിൽ അടുപ്പിച്ച് തന്നെയാണ് IOC ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് ആ റിപ്പോർട്ടിന് വലിയൊരു പ്രാധാന്യമായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസ് ഇന്ത്യയെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. സാധാരണയായിട്ട് ബജറ്റിന് ശേഷവും അതുപോലെ തന്നെ ബജറ്റിന്റെ സ്വഭാവം അനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് വലിയ രീതിയിൽ വരുമെന്നുള്ള കാര്യമാണ് മൂഡീസിനെ ഇന്ത്യയെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ബൾക്ക് ഡീൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് കണ്ടു. അത് അദാനി പോർട്ടിൽ CLSA ഗ്ലോബൽ മാർക്കറ്റ് ഫണ്ട് ഏകദേശം 8,41,661 ഷെയറുകൾ ബൈ ചെയ്തിരിക്കുന്നു. 542 രൂപ 85 പൈസക്കാണ് CLSA ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട് അദാനി പോർട്ടൽ പൊസിഷൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ വാങ്ങിയ മറ്റൊരു ഷെയർ ഗെയിലാണ്.
127 രൂപ 55 നിലവാരത്തിൽ ഒരു 15,27,949 ഷെയറുകൾ CLSA ഗ്ലോബൽ ഫണ്ട് ഗെയിലിൽ വാങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് പവർ ഗ്രിഡ് ആണ്. പവർ ഗ്രിഡിലും അവർ പൊസിഷൻ എടുത്തിരിക്കുന്നു. 12,10,955 ഷെയറുകളാണ് ഒരു 189 രൂപ നിലവാരത്തിൽ CLSA ഗ്ലോബൽ ഫണ്ട് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് ഇൻഡിഗോ ആണ്. ഇന്നലെ ലിസ്റ്റ് ചെയ്ത ഇൻഡിഗോ പെയിന്റിൽ വളരെയേറെ നല്ല ബൾക്ക് ഡീലുകൾ നടന്നിരിക്കുന്നു. നോമ ഇന്ത്യൻ ഇക്വിറ്റി ഫണ്ട് അതിൽ ഏകദേശം 5,30,868 ഷെയറുകൾ 2,601 രൂപ പ്രകാരം വാങ്ങിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ നോമയുടെ ഇക്വിറ്റി ഫണ്ടാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും ഇൻഡിഗോ പെയിന്റിൽ ബൈ നടത്തിയിരിക്കുന്നു. ഏകദേശം 6,41,953 ഷെയറുകളാണ് ഇവർ 2,730 രൂപ പ്രകാരം വാങ്ങിച്ചിരിക്കുന്നത്. എഡിൽവൈസ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വെൽത്ത് മാനേജ്മെന്റ് കമ്പനി അവർ സെല്ല് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. 3,50,431 ഷെയറുകൾ 2,613 രൂപ നിലവാരത്തിൽ അവർ സെല്ല് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത്. അതായത് നോർമ അതുപോലെ തന്നെ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇവർ രണ്ടുപേരും ഇൻഡിഗോയിൽ ബൈ ചെയ്തിരിക്കുന്നു 6 ലക്ഷവും 5 ലക്ഷവും ഷെയറുകൾ. അതേസമയം എഡിൽവൈസ് ഫിനാൻസ് ലിമിറ്റഡ് അവർ സെല്ല് ചെയ്യാണ് ചെയ്തത് 3,50,000 ഷെയറുകൾ. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ കാണുന്നത് അറോ ഫാർമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അറോ ഫാർമയുടെ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് തന്നെ ഏകദേശം 90 ലക്ഷം ഷെയറുകൾ പ്ലഡ്ജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 927 രൂപ പ്രകാരമാണ് ഈ പ്ലഡ്ജിങ് നടന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഈ ഒരു പ്ലഡ്ജിങ് നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏകദേശം 20 കോടിയോളം ഷെയറുകൾ ഉള്ള ഒരു പ്രൊമോട്ടറാണ് ഇത് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ 90 ലക്ഷം ഷെയറുകളാണ് ഇതുവഴി പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് 3 ദിവസത്തെ മീറ്റിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രൂക്ക്ഫീൽഡ് IPO സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ആസ്ട്രൽ പോളിയുടെ 3,800 കോടി രൂപയുടെ IPO വരാനുണ്ട്. അതുപോലെ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അവർക്ക് തേജസ് എയർക്രാഫ്റ്റുകൾ കൊടുക്കാനുള്ള കരാറിൽ ഡിഫൻസ് മിനിസ്ട്രിയുമായിട്ട് ഇന്ന് കരാറുകളിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വളരെയേറെ പോസിറ്റീവ്നെസ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന റെസിസ്റ്റൻസ് ആയിരുന്ന 14,800-850 ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിരിക്കുന്നു. 14,600 താഴെയാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യാനുള്ളത്. ഇനി ഇപ്പോൾ നമ്മൾ ഇപ്പൊ ട്രേഡ് ചെയ്തിരിക്കുന്നത് വളരെ റെസിസ്റ്റൻസിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 16,500-550 എന്ന് പറയുന്ന ആ ഒരു ബേസ് ലൈൻ സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ 16,789 14,800 താഴെ ക്ലോസിംഗ് വരില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നിരിക്കുന്നു. ഏതായാലും 14,700 650 to 700 എന്ന് പറയുന്ന ആ ഒരു 100 പോയിന്റ് താഴെയുള്ള ബേസ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ 14,600 എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ആ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടാൻ സാധ്യത. നാളെ എക്സ്പയറി ആണ്. നാളെ വീക്കിലി എക്സ്പയറി ആണ്. ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു പോസിറ്റീവ് എക്സ്പയറി നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള പുട്ട് റൈറ്റേഴ്സ് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഏകദേശം 14,800-900 ലെവലുകളിലൊക്കെ. അപ്പോൾ അതിന്റെ അർത്ഥം ചെറിയ രീതിയിലെങ്കിലും ഒരു ബുള്ളിഷ് ട്രെൻഡ് ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മുടെ ഉന്നം വെച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയുള്ള ചലനങ്ങളും ഇന്ത്യൻ മാർക്കറ്റിൽ സൃഷ്ടിച്ചേക്കാം. കാരണം അവിടെ US നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ വരുന്നു. വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റിമുലസ് പാക്കേജിന്റെ അനൗൺസ്മെന്റ് ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിൽ നിലനിന്നിരിക്കുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ മാറാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു മുന്നേ ഉള്ള ഒരു മോണിറ്ററി ഫണ്ടിന്റെ ചെയർമാൻ തന്നെ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ തന്നെ മുൻകൈ എടുത്ത് ഗവൺമെന്റുകളെ പുനഃസ്ഥാപിക്കും എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പൊ ആ ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി നിൽക്കുകയാണെങ്കിൽ കാലാവസ്ഥ അനുകൂലമാണ്. നമുക്ക് മാർക്കറ്റിന്റെ US മാർക്കറ്റിന്റെ ഗതി കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം തീർച്ചയായും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്കൊരു പോസിറ്റീവ് ഓപ്പണിംഗ് കിട്ടും. പക്ഷേ വിചാരിക്കുക സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയേറെ റിസൾട്ടുകൾ നാളെ വരാനുണ്ട്. അപ്പോൾ ആ റിസൾട്ടിനനുസരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റ് മൂവ് സ്റ്റോക്കുകളിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ലെവലുകൾ നോക്കി കൃത്യമായി ട്രേഡ് ചെയ്യുക. മാത്രമല്ല റോൾ ഓവർ പൊസിഷൻസ് നാളെ കിട്ടുകയാണെങ്കിൽ ആ റോൾ ഓവർ പൊസിഷൻസിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അടുത്ത എക്സ്പയറി അതുപോലെ തന്നെ അടുത്ത മന്ത്ലി എക്സ്പയറിയേക്കുള്ള റോൾ ഓവർ കിട്ടുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റോൾ ഓവർ അല്ല ആ ഒരു ക്ലോസിംഗ് ഡാറ്റ നമുക്ക് മനസ്സിലാക്കി കണക്കാക്കാൻ പറ്റുക. അപ്പോൾ എനിവേ നാളെ ഒരു വോളറ്റൈൽ സെഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് കുറച്ചെങ്കിലും. അപ്പം പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യുക. മാത്രമല്ല സേഫ് ആയി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്കുകൾ സ്പെസിഫിക് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നാളത്തേക്ക് വെച്ചിരിക്കുന്ന 2 സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒന്ന് ഡിവിസ് ലാബ് തന്നെയാണ്. ഡിവിസ് ലാബിൽ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ബൈ ഉള്ള ഒരു ചാൻസ്. അതുപോലെ തന്നെ കരയിലാണ്.
PSUവിൽ നിന്നുള്ള കാഡില്ല ഹെൽത്ത് കെയറും എനിക്ക് തോന്നുന്നു 500 മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഈ 2 സ്റ്റോക്കുകളെയാണ് ഞാനൊരു ചെറിയ രീതിയിലെങ്കിലും എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പൊസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് കവർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക. അതിനുശേഷം മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവർക്കും പ്രോഫിറ്റും എല്ലാം നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ മാർക്കറ്റ് ഔട്ട്ലുക്കിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് അത് തുടർന്നും ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സംശയമൊന്നുമില്ല. അപ്പോൾ മറ്റൊരു ദിവസം ആശംസിക്കുന്നു. സൈനിങ് ഓഫ്, സുശാന്ത്. താങ്ക് യു.